നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കുന്നതായിരിക്കും. സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ബെസ്റ്റ് സ്പീക്കർ, അല്ലാന്നുണ്ടെങ്കിൽ എയർബഡ്സ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇയർഫോൺ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ടീഷർട്ട്, പാൻസ്, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഓൾറെഡി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഫോൺസ്, എന്തെങ്കിലും ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് നമ്മൾ ആദ്യം സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവും. ചില ആൾക്കാർ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ആ ലിങ്ക് ഷെയർ ചെയ്തതിൻ്റെ കമ്മീഷൻ കിട്ടും. അതുപോലെ നിങ്ങൾക്ക് മോണിറ്റേഷൻ ആയ ചാനലാണെങ്കിലും മോണിറ്റേഷൻ അല്ലാത്ത ചാനലാണെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ പ്രൊഡക്റ്റ് സെല് ചെയ്തിട്ട് നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് മോണിറ്റേഷൻ ആയ ചാനലിൽ എങ്ങനെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കേണ്ടതെന്നും ഇങ്ങനെ പ്രൊഡക്റ്റ് സെല് ചെയ്യേണ്ടതെന്നും മോണിറ്റേഷൻ അല്ലാത്ത ചാനൽ ഇപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബറെല്ലാം കുറവായിരിക്കും. 1000 സബ്സ്ക്രൈബർ വാച്ച് ടൈം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല. പക്ഷേ സബ്സ്ക്രൈബർ 7000 8000 സബ്സ്ക്രൈബർ ഉണ്ടാവും. പക്ഷേ വാച്ച് ടൈം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, മോണിറ്റേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ലൈവ് ചിലപ്പോൾ ലൈവ് ചെയ്യുന്ന ആളായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഷോർട്സ് വീഡിയോ മാത്രം ചെയ്യുന്ന ആളായിരിക്കും. ഷോർട്സിന് നല്ല വ്യൂസ് വന്നിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ ഷോർട്സ് എല്ലാം കാണുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അതിൽ മോണിറ്റേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് അതിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ക്യാഷ് ഏൺ ചെയ്യുന്ന എങ്ങനെയെന്നും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ്, നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ഞാൻ മോണിറ്റേഷൻ ചെയ്ത ചാനലിൽ എങ്ങനെയാണ് ഈ അഫിലിയേറ്റ് മാർക്കറ്റ് എന്നാണ് അതിന് പറയാം കേട്ടോ. അഫിലിയേറ്റ് മാർക്കറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, ഇനി അത് കൂടെ കമ്മീഷൻ മേടിക്കാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്നും ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ മോണിറ്റേഷൻ ചെയ്ത ചാനലിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റ് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ക്യാഷ് ഉണ്ടാക്കേണ്ടതെന്നും അത് ഞാൻ പറയുന്നുണ്ട്. അതിന് ശേഷം നിങ്ങൾക്ക് മോണിറ്റേഷൻ അല്ലാത്ത ചാനലിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് 1 സബ്സ്ക്രൈബർ 2 സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും മതി. പക്ഷേ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ വഴി അഫിലിയേറ്റ് മാർക്കറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് യൂട്യൂബ് വഴി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റേഷൻ ചെയ്തേ പറ്റൂ. അപ്പോൾ മോണിറ്റേഷൻ ചെയ്യാതെ നിങ്ങൾക്ക് ഓൾറെഡി ഇങ്ങനെ പ്രൊഡക്റ്റ് സെൽ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്, ഫുൾ വാച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം മോണിറ്റേഷൻ ചെയ്ത ചാനലിൽ എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലിങ്ക് കൊടുക്കേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോൾ മോണിറ്റേഷൻ ആയ ചാനലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു വീഡിയോ ഏതെങ്കിലും ലോങ് വീഡിയോ ആയിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് എന്ത് വീഡിയോ ആയിട്ട് നിങ്ങൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക, കണ്ടന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് നിങ്ങൾ പ്രൊഡക്റ്റ് ഓൾറെഡി സെല് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ വീഡിയോ അൺലിസ്റ്റഡ് ആക്കി വെക്കുക. അൺലിസ്റ്റഡ് ആക്കി വെച്ചതിന് ശേഷം അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് ആക്കിയതിന് ശേഷവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി പബ്ലിക് വീഡിയോയിൽ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഒരു ഷോർട്സ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൽ ഓൾറെഡി പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ഇല്ല കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ ഈ ചാനലിൽ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ചാനലല്ല. അപ്പോൾ എന്നാലും ഞാനൊരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഓൾറെഡി ഇതിൽ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ വീഡിയോ അടക്കം ഇതിൽ കാണിച്ചു തരുന്നുണ്ട്, ലിങ്ക് ഇട്ടിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്തെങ്കിലും ടീഷർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഫോണിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവ്യൂ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ലിങ്ക് കൊടുക്കാൻ പറ്റും. ലിങ്ക് കൊടുത്തിട്ട് അതിൽ പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് ക്യാഷ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ആളല്ല, പ്രൊഡക്റ്റിൽ സെയിലിംഗ് ചെയ്തിട്ട് ഞാൻ പൈസ ഉണ്ടാക്കുന്ന ആളല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. ഒരു കണ്ടന്റിൽ ഓൾറെഡി ഞാൻ വീഡിയോ ഏതെങ്കിലും ഒരു ഷോർട്സ് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്. ഷോർട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനിതിൽ എഡിറ്റ് ഓപ്ഷനിൽ പോകണം കേട്ടോ. എഡിറ്റ് ഓപ്ഷനിൽ പോവുക. എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ടാഗ് പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും കേട്ടോ. താഴത്ത് ടാഗ് പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മോണിറ്റേഷൻ കിട്ടിയ ചാനലിലാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഷോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഈ ഷോപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഷോപ്പ് നിങ്ങൾ ഏത് ആപ്ലിക്കേഷൻ ആണോ യൂസ് ചെയ്യുന്നുള്ളത് ആ ഷോപ്പിൻ്റെ ഓൾറെഡി ഇവിടെ കാണിക്കുന്നത്. മിന്ത്ര ഉണ്ട്, ആമസോൺ ഓൾറെഡി സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. അപ്പോൾ ആമസോണിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്താൽ മതി, ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഓൾറെഡി വരും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി ഫ്ലിപ്കാർട്ട് എടുക്കുന്നുണ്ട്. ഓൾറെഡി ഇതിലുള്ളത് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഫ്ലിപ്കാർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ പ്രൊഡക്റ്റ് കാണിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ടീഷർട്ട് ഉണ്ട്, പാൻറ് ഉണ്ട്, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണോ സംസാരിച്ചത് ആ പ്രൊഡക്റ്റ് ഇവിടെ സെർച്ച് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഓക്കെ. അല്ല, ഞാൻ ഗ്രാനാരോ എന്നുള്ള കമ്പനിയുടെ മൈക്കിൻ്റെ ഓൾറെഡി റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോയിലുണ്ട്, നല്ല അടിപൊളി മൈക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഗ്രാനാരോ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്ത് കൊടുക്കുന്നത് ഗ്രാനാരോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഗ്രാനാരോ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ഗ്രാനാരോയുടെ ഈ സ്പീക്കറിൻ്റെ ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ വന്നിട്ടുണ്ട്. ഏത് ഗ്രാനാരോയുടെ പല മൈക്രോഫോൺ ഓൾറെഡി എടുത്തത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇതായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഫ്ലിപ്കാർട്ടിൽ എടുത്ത ഈ മൈക്രോഫോൺ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താട്ടോ. ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇത് ആഡായി വരും കേട്ടോ. അതിനുശേഷം ഡെണ്ണ് കൊടുക്കുക. ഡെണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി സേവ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പീക്കർ ഓൾറെഡി അവിടെ ടോപ്പിൽ കാണിക്കട്ടെ. അതെങ്ങനെ കാണിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ആയിരിക്കും ടാഗ് കാണിക്കുന്നുള്ളത്. ഓക്കെ, ടോപ്പിൽ ഇവിടെ വരും കേട്ടോ.
ഇതുപോലെ ഇവിടെ ടോപ്പിൽ വന്നിട്ടുണ്ടാവും കേട്ടോ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഡയറക്റ്റ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ലിങ്കിലേക്ക് പോകും, നമ്മൾ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്കിലേക്ക് പോകും. ഫ്ലിപ്കാർട്ടിൽ നിന്ന് അവർക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ കമ്മീഷനും കൂടി നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നമുക്ക് ഓൾറെഡി ഇതിൻ്റെ കമ്മീഷനും കൂടി നമുക്ക് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി മോണിറ്റേഷൻ ഇല്ലാത്ത ചാനലാണെന്ന് വിചാരിച്ചോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഇതിൽ ഓൾറെഡി അഫിലിയേറ്റീവ് ഓപ്ഷൻ ഓൾറെഡി ഉള്ളത് ആമസോൺ, മിന്ത്ര ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കൊടുത്താൽ ആപ്പ് ഓൾറെഡി കിട്ടും. അപ്പോൾ ഏതാണോ നിങ്ങൾ എടുക്കുന്ന പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിനനുസരിച്ചുള്ള ഇത് സെർച്ച് ചെയ്ത് കൊടുത്താൽ അവിടെ ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഏതാണോ നിങ്ങൾക്ക് ഇപ്പോൾ മിന്ത്രാൻ്റെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനിൽ ഉണ്ടാവുമല്ലോ, അത് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മോണിറ്റേഷൻ കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട്, മോണിറ്റേഷൻ ഇല്ലാത്ത ചാനലുകൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് സെല് ചെയ്യേണ്ടതെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടി വരും. എക്സ്ട്രാ പേ എന്നാണ് ഓൾറെഡി ആപ്ലിക്കേഷൻ്റെ പേര്. ഓക്കെ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ജിമെയിലും അതെല്ലാം കൊടുത്തിട്ട് ഓൾറെഡി ഇതിൽ ജിമെയിൽ ചോദിക്കും. ജിമെയിൽ ഫോൺ നമ്പർ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി അത് ആപ്ലിക്കേഷൻ സാധാരണ നമ്മൾ എന്തൊക്കെ ആപ്ലിക്കേഷൻ എല്ലാം ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ സെയിം കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇത് അൺലിസ്റ്റഡ് ചെയ്തിട്ട് രണ്ടാമത് കാണിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി അത് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം വാട്സപ്പ് ചാനലുണ്ട്, വാട്സപ്പ് ചാനലിൽ ചോദിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ലിങ്ക് അയച്ചുതരാം. അത് നിങ്ങൾക്ക് ജിമെയിലും പാസ്വേഡും ഫോൺ നമ്പറും കൊടുത്താൽ മതി. 3 ഓപ്ഷനേ ഉള്ളൂ. ആ 3 ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അഷ്റഫ് അച്ചു എന്നാണ് ഓൾറെഡി പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത്, എൻ്റെ പേര്. അത് നിങ്ങൾക്ക് ഇവിടെ വളരെ സിമ്പിളായിട്ട് അല്ല സ്റ്റോർ എല്ലാം വരുന്നുണ്ടാവും. സ്റ്റോർ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം. റിഡീം അക്കൗണ്ട് എല്ലാം കാണിക്കുന്നുണ്ടാവും. ടോട്ടൽ ഏണിംഗ് ഇതിൽ മാക്സിമം 99 റുപ്പീസ് നിങ്ങൾക്ക് ആയാൽ മാത്രമേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് 99 റുപ്പീസ് എപ്പോഴാണോ ആകുന്നത് കമ്മീഷൻ വന്നിട്ട് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾക്ക് റിമൂവ് ചെയ്തെടുക്കാം, അതിൽ നിന്ന് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് റിഡീം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിഡീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ അടുത്ത് എമൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഇതിൽ റിഡീം എന്ന് വരാത്തത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ താഴത്ത് പോകണം. ഇവിടെ പോയിട്ട് മാനേജിങ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ. മാനേജിങ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. ആഡ് ബാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് IFSC കോഡ് അതൊക്കെ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ IFSC കോഡ് ബാങ്ക് ഏതാണോ അത് ബാങ്ക് കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക, എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യട്ടെ. ബാങ്ക് അക്കൗണ്ട് ആഡ് ഞാൻ ഓൾറെഡി ക്യാൻസൽ എടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇപ്പോൾ എങ്ങനെയാണ് ഇതിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ട് ഇതിൽ പേയ്മെൻറ്റ് ഏൺ ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബാക്കപ്പ് പോയതിന് ശേഷം നമ്മൾ ഫ്ലിപ്കാർട്ട് എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ അതേ പ്രോഡക്റ്റ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് മോണിറ്റേഷൻ ആവാത്ത ചാനൽ എങ്ങനെയാണ് സെല് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഓൾറെഡി നമ്മളിപ്പോൾ എടുക്കുന്നുണ്ട് ഒരു ഏതാണോ ഇതേ പ്രോഡക്റ്റ് തന്നെ ഞാൻ ഓൾറെഡി അതിൽ സെല് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പ്രൊഡക്റ്റ് എടുത്തിട്ട് ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യട്ടെ. ഇവിടെ ടോപ്പിൽ ഷെയർ ബട്ടൺ ഉണ്ടാവും. ആമസോൺ ആണോ ഫ്ലിപ്കാർട്ട് ആണോ ഏതാണെങ്കിലും നിങ്ങൾക്ക് ഷെയർ ബട്ടൺ കാണിക്കുന്നുണ്ടാവും. ആ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇത് നേരെ പോകുന്നത് വാട്സപ്പിലേക്കോ ഏതിലേക്കാണോ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അതുപോലെ പോകാം. അതിനുശേഷം സിമ്പിളായിട്ട് നമ്മൾക്ക് ഈ മേക്ക് മണി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ടാവും. ഏതാണ് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തെടുത്ത ആപ്പിലേക്ക് ഷെയർ ചെയ്യട്ടെ. ആപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ആപ്പിൽ നിന്ന് ഡയറക്റ്റ് സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ നിന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു കോപ്പി ലിങ്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ കോപ്പി ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കോപ്പി ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലിങ്ക് കോപ്പിയായി. ഓക്കെ, ലിങ്ക് കോപ്പിയായി. ഈ ലിങ്ക് നിങ്ങൾ ഏത് വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചാലോ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ഇപ്പോൾ കുറേ ആൾക്കാർ നീ ഏത് പ്രോഡക്റ്റാണ് എടുത്തത് അതിൻ്റെ ലിങ്ക് അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടത്തില്ല. ഫ്ലിപ്കാർട്ട് നാട്ട് ആമസോൺ നാട്ട് നമ്മളെടുത്ത പ്രോഡക്റ്റ് വേറെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർ ആ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതുവഴി നിങ്ങളിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സിമ്പിളായിട്ട് ആരെങ്കിലും നമ്മളെ വീട്ടുകാരോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ആയിക്കോട്ടെ അവർ നിങ്ങൾ ഏത് പ്രോഡക്റ്റാണ് എടുത്തത് എന്ന് ചോദിച്ചിട്ട് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ മേടിക്കുന്ന ഐറ്റംസിൻ്റെ കമ്മീഷൻ വളരെ സിമ്പിളായിട്ട് നമ്മളെ അക്കൗണ്ടിലേക്കും വരും കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓൾറെഡി ഈ 2 ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ എന്തിലാണോ നമ്മൾ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നത് ഇങ്ങനെ ആമസോണിൻ്റെ ലിങ്കോ അല്ലാന്നുണ്ടെങ്കിൽ മിന്ത്രാൻ്റെയോ എന്തെങ്കിലും ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിപ്പോൾ മോണിറ്റേഷൻ കിട്ടാത്ത ചാനലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും നിങ്ങൾ പല ചാനലുകളും കണ്ടിട്ടുണ്ടാവും. കമൻറ്റ് ബോക്സിൽ കുറേ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ആരെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് നമുക്ക് കമ്മീഷനായിട്ട് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലേക്കും നമ്മൾ ഈ ഇതിലേക്കും വരാം.